ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അതിൽ പേജ് നമ്പർ 66 ഒന്നാമത്തെ ചോദ്യമാണ് പറയാൻ വേണ്ടി പോണത്. ഇംഗ്ലീഷ് മീഡിയം ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചോദ്യം ഒന്ന് വായിക്കാം. ചുവടെ പറയുന്ന ഓരോ കാര്യവും പല സംഖ്യകളെടുത്ത് പരിശോധിക്കുക. അവയിൽ നിന്ന് പൊതുവായ ഒരു തത്വം ഊഹിക്കുക. ഊഹിച്ചത് ശരിയാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് തെളിയിക്കുക. ഒന്നാമത്തെ ചോദ്യം, 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ എന്ത് ചെയ്യാം, ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്ര വരണം? 2ഉം അതുപോലെ തന്നെ 1ഉം വരുന്ന സംഖ്യകൾ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? പേജ് നമ്പർ 66 ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൽ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 1 വരണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3 പ്ലസ് റിമൈൻഡർ 3 ആണ് 1 എന്ന് എഴുതുക. അതായത് മൾട്ടിപ്പിൾ ഓഫ് 3, റിമൈൻഡർ എത്ര വരണം? 1. അപ്പോൾ +1. അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 3, റിമൈൻഡർ 2 വരണം. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 3, റിമൈൻഡർ എത്രയാണ്? 2 എന്ന് വരണം. മലയാളം മീഡിയം ആണെങ്കിൽ 3ന്റെ ഗുണിതം അത് കൂടെ എത്ര? റിമൈൻഡർ എത്രയാണ്? 1. അതുപോലെ 3ന്റെ ഗുണിതം റിമൈൻഡർ 2 വരണം. ഇനി 3ന്റെ ഗുണിതമാവുമ്പോൾ 3 + 1. അതുപോലെ തന്നെ 3ന്റെ ഗുണിതം ഞാനിവിടെ 3 × 1 പ്ലസ് 3ന്റെ ഗുണിതം 3 × ഞാൻ 2 എടുത്ത് 3 × 2 പ്ലസ് റിമൈൻഡർ 2. 3 കൂടെ 1 ഗുണിച്ചാൽ 3 + 1 × 3 × 6 + 2 എന്ന് കിട്ടി. 3 × 1 4 × 6 × 2 6 + 2 8. 4 × 8 32 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ നമ്പറിനെ എത്രയായിട്ടൊന്ന് ഹരിച്ചു നോക്കാം? 32നെ 3 ആയിട്ടൊന്ന് ഹരിച്ചു നോക്കാം. 3 ആയിട്ട് ഹരിക്കുമ്പോൾ ഒരു 3 3 0 10 3 30 കറക്റ്റ് വരും. അപ്പോൾ 30 0 2. ഇപ്പോൾ റിമൈൻഡർ ഇവിടെ ഇപ്പോൾ എത്ര വന്ന്? നമുക്ക് 2 വന്ന്. ഇനി അതുപോലെ നമുക്ക് റിമൈൻഡർ എത്ര വരണം? ഗുണിതം ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന നമ്പറും കൂടി എന്ത് ചെയ്യണം? നോക്കണം. ഇനി അതിനെക്കാട്ടി മുന്നേ നമുക്കൊരു എക്സാമ്പിളും കൂടി എന്ത് ചെയ്ത് നോക്കാം, അതിന് ചെയ്ത് നോക്കാം. ഇപ്പം 3ന്റെ ഒരു ഗുണിതം ഞാൻ 9 എടുത്ത്, ഇതിന് റിമൈൻഡർ 1. ഇനി അതുപോലെ 3ന്റെ മറ്റൊരു ഗുണിതം എടുത്ത് 12, റിമൈൻഡർ 2. 9 കൂടെ 1 കൂട്ടിയ 10 × 14, 10 × 14 140. ഇനി 140നെ എത്രയായിട്ട് ഹരിക്കുക? 3 ആയിട്ട് ഹരിക്കുക. 4 3 12 2 0. ഇനി 6 3 18. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ 2 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതുക? റിമൈൻഡർ ഗോട്ട് ഓൺ divisible by 3 is 2. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2ലും എത്രയാണ് റിമൈൻഡർ വന്നത്? 2 ആണ് റിമൈൻഡർ വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ കൂടെ 1 കൂട്ടിയാലും അതേപോലെ തന്നെ 3ന്റെ മൾട്ടിപ്പിൾ കൂടെ 2 കൂട്ടിയാലും അവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയാണ് കിട്ടി? 2 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതണം? ഓൾജിബ്ര വെച്ചിട്ട് ബീജഗണിതം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ബീജഗണിതം ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ അതെങ്ങനെ എഴുതുക? 3n പ്ലസ് മിച്ചം എത്ര വരണം? 1. ഇനി 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് കൂടെ എത്ര വരണം? മിച്ചം എത്ര വരണം? ശിഷ്ടം എത്ര വരണം? 2 വരണം. അപ്പോൾ 3m വേറെ നമ്പർ എടുത്ത്
പ്ലസ് 2 ഇനി ഉള്ളിലേക്ക് ഗുണിക്കുക 3n ഇൻറ്റു 3m 3 ഇൻറ്റു 3 9nm പ്ലസ് 3n ഇൻറ്റു 2 6n പ്ലസ് 1 ഇൻറ്റു 3m 3m പ്ലസ് 1 ഇൻറ്റു 2 2 എന്ന് കിട്ടി. ഇനി എല്ലാത്തിനും കോമൺ ആക്കിയിട്ട് ഇതിന് നമുക്ക് 3 ഇൻറ്റു 3 എഴുതാം, ഇതിനെ 2 ഇൻറ്റു 3 എഴുതാം, ഇതിനെ 1 ഇൻറ്റു 3 എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം ഇതിന്നൊരു 3 കോമൺ ആക്കി എടുത്ത് 3 പുറത്തേക്ക് എടുത്ത് ഇതിന്ന് 3 കോമൺ ആക്കി പുറത്തേക്ക് എടുത്ത് ഈ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി ബാക്കി ഇവിടെ ഈ 3 പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും, ഒരു nm ഉണ്ടാവും. അപ്പോൾ 3nm പ്ലസ് 2n പ്ലസ് ഇവിടെ ഒരു 1m 1 ഇൻറ്റു m എന്ന് പറഞ്ഞ m പ്ലസ് 2 റിമൈൻഡർ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? റിമൈൻഡർ ഇവിടെ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം സോ ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിസിബിൾ ദ പ്രൊഡക്റ്റ് by 3 is 2. അതായത് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അവയുടെ ശിഷ്ടം അതായത് റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തേലെ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ ചോദ്യം 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 4ന്റെ മൾട്ടിപ്പിൾ കൂടെ മിച്ചം എത്ര വരണം? 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ആഡ് ചെയ്യുക. അതുപോലെ 4ന്റെ മൾട്ടിപ്പിൾ കൂടെ മിച്ചം റിമൈൻഡർ 2 കിട്ടുന്ന ഒരു നമ്പർ എടുക്കുക, രണ്ടും തമ്മിൽ ഗുണിച്ചാൽ രണ്ടും തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക, ആ കിട്ടിയ ഉത്തരത്തിന് 4 ആയിട്ട് ഹരിക്കുക. അപ്പോൾ റിമൈൻഡർ എത്ര വരിക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. 4ന്റെ മൾട്ടിപ്പിൾ 4, ഇതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ റിമൈൻഡർ 1, അപ്പോൾ 4 പ്ലസ് 1. ഇനി അതുപോലെ 4ന്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കുക, അത് കൂടെ എത്ര കൂട്ടുക? 2 കൂട്ടുക. അതായത് മൾട്ടിപ്പിൾ ഓഫ് 4 കൂടെ 2 1 ആദ്യം ആഡ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 2 ഇതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ചെയ്ത് നോക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. 4ന്റെ മൾട്ടിപ്പിൾ 4, അതിലത്തെ റിമൈൻഡർ 1. അതേപോലെ 4ന്റെ മൾട്ടിപ്പിൾ 8 കൂടെ റിമൈൻഡർ 2 ആഡ് ചെയ്ത്. അപ്പോൾ 4 പ്ലസ് 1 5 ഇൻറ്റു 8 പ്ലസ് 2 10 10 ഇൻറ്റു 5 50. ഇനി ഈ 50നെ 4 ആയിട്ട് ഹരിച്ച് അപ്പോൾ എത്ര കിട്ടി? റിമൈൻഡർ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിസിബിൾ ബൈ 4 ഈസ് 2. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കൊണ്ട് 4ന്റെ ഗുണിതത്തെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2. നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ 3ന്റെ മൾട്ടിപ്പിളിനെ 3n കൊടുത്തു. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിളിനെ 4n പ്ലസ് 1. അതുപോലെ 4ന്റെ മൾട്ടിപ്പിളിനെ 4 ഞാൻ നമ്പർ അക്ഷരം മാറ്റിയതുണ്ട് 4m പ്ലസ് 2. ഇനി ബ്രാക്കറ്റ് ഉള്ളിലേക്ക് ഗുണിക്കുക. 4 ഇൻറ്റു 4 16 16nm പ്ലസ് 4 ഇൻറ്റു 2 8n പ്ലസ് 1 ഇൻറ്റു 4 4m പ്ലസ് 1 ഇൻറ്റു 2 2. ഇനി ഇതിന് കോമൺ ആയിട്ട് 16നെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 4, 8നെ 2 ഇൻറ്റു 4, 4നെ 1 ഇൻറ്റു 4. ഇതിൽ ഓരോ 4ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 4 എടുത്ത് ബാക്കിയുടെ എത്ര ഉണ്ടാവുക? 4nm പ്ലസ് 2n പ്ലസ് m പ്ലസ് 2. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണ് പ്ലസ് 2 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആക്കിയിട്ടൊന്ന് അവസാനിപ്പിക്കാം. ഇനി
the remainder got on divisible by the product 4 is 2. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, അടുത്തടുത്ത 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള രണ്ട് സംഖ്യകളുടെയും നടുക്കുള്ള 2 സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യം ഞാൻ അടുത്തടുത്ത ആദ്യത്തെ 6 നമ്പറുകൾ എടുക്കുകയാണ്. 1 2 3 4 5 6. ഇനി അറ്റത്തുള്ള 2 നമ്പറുകൾ എൻഡിലുള്ളത് ഏതൊക്കെയാണ്? 1ഉം 6ഉം. അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. എൻഡ് നമ്പർ അറ്റത്തുള്ള 2 സംഖ്യകൾ, അറ്റത്തെ സംഖ്യകൾ, അവയുടെ എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ്, ഗുണിതം. 1 × 6 6. ഇനി മിഡിലുള്ള 2 നമ്പർ, മിഡിൽ ഈ നമ്പർ അല്ലേ 3ഉം 4ഉം. മിഡിൽ നമ്പർ നടുവിലെ സംഖ്യകൾ 3ഉം 4ഉം. 3 × 4 = 12. ഇനി ഇവയുടെ വ്യത്യാസം, ഡിഫറൻസ് കാണുക. ഡിഫറൻസ് അഥവാ വ്യത്യാസം 12 - 6 = 6 എന്ന് കിട്ടി. ഇതുപോലെ വേറെയും കുറച്ച് എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ ഞാൻ 7 8 9 10 11 12 എന്ന് എടുത്ത് ഇതുപോലെ എന്ത് ചെയ്യാം? അറ്റത്തുള്ള 2 നമ്പറുകൾ 7ഉം 12ഉം. 7 × 12 ഗുണിച്ച് കഴിഞ്ഞാൽ 84. ഇനി 9ഉം 10ഉം. 9 × 10 = 90. എന്ത് ചെയ്യാം? ഇതിവിടെ ഡിഫറൻസ് എന്ത് ചെയ്യണം? കാണുമ്പോൾ ഡിഫറൻസ് അപ്പോൾ 90 84 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് ഡിഫറൻസ് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇതിൻ്റെ ഓൾജിബ്ര എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ ബീജഗണിതം. അപ്പോൾ അടുത്തടുത്ത നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്പറിന് x എന്ന് കൊടുത്ത് അടുത്ത നമ്പർ എത്ര ആയിരിക്കും? x + 1 x + 2 x + 3 x + 4 x + 5. ഇനി ഈ അറ്റത്തുള്ള 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ x × x + 5 x × x² പ്ലസ് x × 5 5x. ഇനി മിഡിൽ നമ്പർ ഏതൊക്കെയാണ്? x + 2 x + 3 x + 2 × x + 3 x × x² പ്ലസ് x × 3 3x 2 × x 2x പ്ലസ് 2 × 3 6 = x² പ്ലസ് 3x കൂടെ 2x കൂട്ടിക്കഴിഞ്ഞാൽ 5x പ്ലസ് 6. എന്ത് ചെയ്യണം? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് വ്യത്യാസം വലുതാണ് ചെറുതാണ്. അപ്പോൾ x² പ്ലസ് 5x പ്ലസ് 6 മൈനസ് x² മൈനസ് 5x. ഈ ടേം അതുപോലെ എഴുതുക. x² പ്ലസ് 5x പ്ലസ് 6. ഇനി മൈനസിനുള്ളിലേക്ക് ഗുണിക്കുക. മൈനസ് × x² മൈനസ് × x² മൈനസ് x² മൈനസ് × മൈനസ് പ്ലസ് 5x. ഇനി ഇവിടെ മൈനസ് x² ഉണ്ട്, വെട്ടിപ്പോവും. പ്ലസ് x² വെട്ടിപ്പോവും. ഇനി പ്ലസ് 5x, ഇവിടെ പ്ലസ് 5x. ഇത് എന്ത് ചെയ്യണ്ട? ഉള്ളിലേക്ക് ഗുണിക്കണ്ട. ഈ മൈനസ് അതുപോലെ തന്നെ ഇടുക. മൈനസ് x² മൈനസ് 5x പ്ലസ് 5x മൈനസ് 5x. ബാക്കിയുടെ എത്ര ഉണ്ടാവുക? 6. അപ്പോൾ ഓൾജിബ്രയ്ക്കയിൽ എടുത്തു കഴിഞ്ഞാലും ഉത്തരം എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, 36 × 28 കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതി ഉപയോഗിച്ചിട്ട് ആദ്യം നിങ്ങളോട് മറ്റൊരു സംഖ്യ ഇതുപോലെ ചെയ്ത് നോക്കാനും അവയുടെ ബീജഗണിത രീതി എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാൻ ഇവിടെ 36 × 28
അതിൽ ഈ 3ഉം 2ഉം തമ്മിൽ ഗുണിച്ച് 6, 6ന് 100ആയിട്ട് ഗുണിച്ചപ്പോൾ 600. ഇനി 3ഉം 8ഉം തമ്മിൽ ഗുണിച്ച് അതുപോലെ 6ഉം 2ഉം തമ്മിൽ ഗുണിച്ച് അവ തമ്മിൽ കൂട്ടി ഉത്തരത്തെ അതിനെ 10 ഗുണിച്ചു. ഇനി 6ഉം 8ഉം തമ്മിൽ കൂട്ടി ഗുണിച്ച് 48, 3ഉം തമ്മിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു നമ്പർ എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യാനാണ്, ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് നമ്പറാണ് എടുക്കുന്നത്, ഒരു മറ്റൊരു സംഖ്യ എടുക്കുകയാണ്, 27 × 15. അപ്പോൾ ആദ്യം 2ഉം 1ഉം തമ്മിൽ ഗുണിക്കുക 2. ഇനി 2നെ 100ആയിട്ട് ഗുണിക്കുക, എത്ര കിട്ടും, 200 പ്ലസ്. ഇനി 2ഉം 5ഉം തമ്മിൽ ഗുണിക്കുക 2 × 5 പ്ലസ്. ഇനി 7ഉം 1ഉം തമ്മിൽ ഗുണിക്കുക 7 × 1, 2 × 5 10, 1 × 7 7, 10 + 7 17. ഇനി ആ 17നെ 10ആയിട്ട് ഗുണിക്കുക 170. ഇനി 7ഉം 5ഉം തമ്മിൽ ഗുണിക്കുക 7 × 5 35, 35 തമ്മിൽ കൂട്ടുക 5, 7ഉം 3ഉം 10, 1 405 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചിട്ട് വേണം അതിനെ എന്ത് ചെയ്യാൻ, എഴുതാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 നമ്പർ എടുക്കുകയാണ്, ജസ്റ്റ് X and Y. നമ്മൾ 2 നമ്പറിനെ നമ്മൾ സാധാ എഴുതുന്ന സമയത്ത് പ്ലേസ് വാല്യൂ വെച്ചിട്ട് എഴുതും. ഇത് വൺസ്, ഇത് ടെൻസ്. ടെൻസിനായിട്ട് നമ്മൾ എത്ര ഗുണിക്കുക, 10ആയിട്ട്. 10 × X. വൺസ് ആണെങ്കിലോ ഈ വൈനെ 1ആയിട്ട് ഗുണിക്കും. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക, 10X + Y. അതുപോലെ മറ്റൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കുക, XYയുടെ പകരം ഞാൻ എന്തെടുത്ത്, ഒരു 10M + N എന്നെടുത്ത്. ഇനി ഈ 2 നമ്പേഴ്സിന്, ഈ 27 ആണെങ്കിൽ അതിന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, 10X + Y എന്നും 15 ആണെങ്കിൽ 10M + N എന്നും എഴുതി. അതായത് പ്ലസ് ആയി വരുന്ന രീതിയിൽ ഈ സംഖ്യകളെ മാറ്റി എഴുതി. ശേഷം അവ രണ്ടും തമ്മിൽ ഗുണിച്ചു. ഇനി ഇവ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ, X + Y × U + V. ആ ഇക്വേഷൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. 10X × 10M, 10X × 10M പ്ലസ് 10X × N, 10X × N പ്ലസ് Y × 10M പ്ലസ് Y × N. 10 × 10 100XM പ്ലസ് 10XN പ്ലസ് 10YM പ്ലസ് YN. ഇനി ഇതിലും 10 ഉണ്ട്, ഇതിലും 10 ഉണ്ട്. അപ്പോൾ 10 ഞാൻ എന്ത് ചെയ്യും, 100XM അതുപോലെ എഴുതി. പ്ലസ് ഈ 10ന് രണ്ടൊന്ന് കോമൺ ആക്കി പുറത്തേക്ക് എടുത്ത് ബ്രാക്കറ്റിൽ XN പ്ലസ് YM എന്ന് എഴുതി. ബാക്കി ഇവിടെ ആരുണ്ടായിരിക്കും, YN ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പേജ് നമ്പർ 66, 67 2 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.